ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും ചില കാര്യങ്ങൾ അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് കാര്യം ചെയ്താലും അതിനകത്തുനിന്നൊരു സംതൃപ്തിയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും ഒരു കാര്യം ചെയ്താണ് അതിനകത്ത് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഏത് പങ്കാളികളാണെങ്കിലും റിലാക്സേഷൻ കണ്ടെത്തുന്നതിന് അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. അപ്പോൾ സ്നേഹമുള്ള പങ്കാളികളാണെങ്കിൽ ഈ ഒരു കാര്യത്തിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പരസ്പരമുള്ള സംതൃപ്തിക്കാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഒരാൾക്ക് സംതൃപ്തി കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് പലരും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ചു കഴിയുമ്പോൾ പലതരത്തിലുള്ള മാനസിക അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. ചിലർക്കാണെങ്കിൽ മിക്കവാറും ദിവസം ഒന്ന് തുടങ്ങിക്കിട്ടാൻ പാട്, വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ കിട്ടാത്തൊരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലാണ്. ചിലർക്കാണെങ്കിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ സമയം വരുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്, ഒരു പ്രത്യേക മൈൻഡ്ഫുൾനെസ്സാണ്. അവർക്ക് കാമത്തിൻ്റെ ഊർജ്ജത്തെ ആവാഹിക്കാൻ പെട്ടെന്ന് കഴിയും. ചുംബന സമയത്തുള്ള ആ റെസ്പോൺസ് കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം കാമമാണെങ്കിലും ആകർഷണമാണെങ്കിലും നല്ലൊരു മൂഡ് വരാനായിട്ട് അതിൻ്റേതായ എനർജി ലെവൽ വേണം. ചില പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിൻ്റെ എനർജി ലെവലിനെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ മനസ്സും ഈ ഒരു കാര്യവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളവരുണ്ട്, മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവരും ഉണ്ട്. എന്ന് വെച്ചാൽ പല സാഹചര്യത്തിലും കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു സൈക്കോളജി പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഇതെന്നല്ല, ഏത് കാര്യം ചെയ്യുമ്പോഴും ഉത്കണ്ഠയില്ലാതെ അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ചെയ്യണമെങ്കിൽ എന്തോ വേണം? നമുക്ക് തൃപ്തികരമല്ലാത്ത ഒരു കാര്യം അതിനകത്ത് സംഭവിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുവാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്ത് വേണം എന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ടെൻഷനില്ല. ഇവിടെ പുരുഷനെ സംബന്ധിച്ച് പങ്കാളിക്ക് തൃപ്തി വരുന്നതിന് മുമ്പേ സ്ഖലനം സംഭവിക്കുവാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളായിട്ടാണ് അത് ചെയ്യേണ്ടത്. തുടക്കത്തിൽ തന്നെ മൂഡാക്കാനുള്ള ചില ക്രിയകളുണ്ട്, പിന്നെ ചെയ്യുന്ന രീതിയുണ്ട്, അവസാനമാണ് സ്ഖലനത്തിലേക്ക് വരുന്നത്. ഈ 3 ഘട്ടത്തെക്കുറിച്ചും പുരുഷൻ കോൺഷ്യസ് ആകുവാണെങ്കിൽ പങ്കാളിയെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റും. ചിലരെ സംബന്ധിച്ച് അവർക്കിത് ചെയ്യുന്നതിനകത്തൊരു പ്രത്യേക രീതിയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസമുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു വിഷയം വരുവാണെങ്കിൽ അവിടെ വിരലുകൊണ്ട് ചെയ്യുന്ന ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുരുഷനെ പോലെ ഫാൻറ്റസിയിൽ കൂടി അല്ലെങ്കിൽ ചിന്തയിൽ കൂടി അത്ര പെട്ടെന്ന് ആ മൂഡിലേക്ക് വരത്തില്ല. അവർക്ക് ഈ കാര്യത്തിൽ ഇഷ്ടമുള്ളവരുടെ അല്ലെങ്കിൽ ആകർഷണമുള്ളവരുടെ ഒരു സ്പർശനം വളരെ അത്യാവശ്യമാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്വയം തിരിച്ചറിയുന്നത് ഈ ഒരു രീതിയിൽ കൂടാണ്. പല ഭാഗങ്ങളിലെ പ്രഷർ പോയിൻറ്റുകളും ഈ സമയത്ത് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ചുംബനത്തിൽ കൂടി കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് നമുക്കൊരിക്കലും സ്വയം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ഷെയറിംഗ് ആണല്ലോ. അപ്പോൾ ഒരാൾക്ക് മാത്രം സംതൃപ്തി കിട്ടി അതുകൊണ്ടെല്ലാം സ്റ്റോപ്പാക്കുന്നു എന്ന രീതിക്ക് മാറ്റം വരണം. പുരുഷനെ സംബന്ധിച്ച് പിന്നെ കുറേ സമയത്തേക്കൊരു മൂഡില്ലെങ്കിലും ഇവിടെ മൂഡ് അഭിനയിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് മാറിടത്തിൽ ചെയ്യുന്ന ക്രിയകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വിരലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ സംസാരിക്കാതെ അവരെ അവരുടേതായിട്ടുള്ളൊരു ലോകത്തേക്ക് പോകാൻ അനുവദിക്കണം. ഇവിടെ സ്ത്രീ പങ്കാളി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മനസ്സ് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ മനസ്സിനകത്തുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അസംതൃപ്തി, പിരിമുറുക്കം, നിരാശ, ദേഷ്യം, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ പങ്കാളിയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അത്ര ഒരു മനസ്സിൻ്റെ പ്രവർത്തനം അത്ര ശരിയല്ലെന്ന് തോന്നുവാണെങ്കിൽ 2 പേരുടെ തീരുമാനിച്ച് ഇത് തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിനകത്തൊരു സന്തോഷം ഉണ്ടെങ്കിലേ ഇത് ആസ്വദിക്കാൻ ഒക്കത്തുള്ളൂ. തന്നെയല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 2 മണിക്കൂർ മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത എല്ലാ ഫയലുകളും നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാന ഒരു കാര്യം, പങ്കാളിയുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയുകയോ ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. ഇപ്പം നമ്മൾ കാമപരമായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അതിൻ്റേതായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പം വീണ്ടും അത് ചെയ്യാൻ തോന്നുന്നത് എന്താ? അതിനകത്തുനിന്ന് എന്തോ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ത്രില്ല് ബ്രെയിന് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു കാര്യം പങ്കാളികൾ 2 പേരും അങ്ങ് അംഗീകരിച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് സംതൃപ്തി കിട്ടുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൂടെ അല്ല. എന്ന് വെച്ചാൽ ഒരു രീതിയിൽ കൂടി മാത്രം ആകണമെന്നില്ല. ഒരു രീതി പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു രീതി അപ്ലൈ ചെയ്യണം. ഇപ്പം സ്വയം ചെയ്യുന്നവരാണെങ്കിലും പല രീതിയും പല സങ്കല്പങ്ങളും അപ്ലൈ ചെയ്യത്തില്ലേ? ഇപ്പം ഈ പങ്കുവെക്കലിനകത്ത് ഏറ്റവും വലിയൊരു സംതൃപ്തി എന്തെന്നറിയാമോ? എന്നെക്കൊണ്ട് എൻ്റെ പങ്കാളി തൃപ്തിപ്പെട്ടു എന്ന ചിന്തയാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ 2 പേരും ശ്രദ്ധിക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.